ജോലി ചെയ്യുകയും അവിടെ സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രൊഫഷണലുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് തങ്ങളുടെ 2026 സെപ്റ്റംബർ മാസത്തെ വിസ ബുള്ളറ്റിൻ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നു. യുഎസ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ സെപ്റ്റംബറിൽ തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡ് അഥവാ എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്നത് നിരവധി ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ വിസ ബുള്ളറ്റിൻ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. സെപ്റ്റംബർ വിസ ബുള്ളറ്റിൻ എന്താണ് പറയുന്നത്? തീയതികൾ മുന്നോട്ട് പോയോ അതോ കാത്തിരിപ്പ് വീണ്ടും നീളുമോ? അപേക്ഷകർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. നിർഭാഗ്യവശാൽ ഈ മാസവും എംപ്ലോയ്മെന്റ് കാറ്റഗറികളിൽ അപേക്ഷകർക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. തൊഴിൽ വിസ അപേക്ഷകളിൽ വലിയൊരു വിഭാഗവും സ്തംഭിച്ചു നിൽക്കുകയാണെന്നാണ് വിസ ബുള്ളറ്റിൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനു പുറമെ EB-5 ഇൻവെസ്റ്റർ വിസക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ എമർജൻസി വാർണിംഗ് കൂടി അമേരിക്കൻ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ വിസ ബുള്ളറ്റിനിലെ ഓരോ കാറ്റഗറിയും എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ EB-1 കാറ്റഗറി എന്താണെന്ന് നോക്കാം. ബഹുരാഷ്ട്ര കമ്പനികളിലെ മാനേജർ, ശാസ്ത്രജ്ഞർ എന്നിവർ ഉൾപ്പെടുന്ന EB-1 കാറ്റഗറിയിൽ ഇന്ത്യക്കാരുടെ ഫൈനൽ ആക്ഷൻ തീയതി 2022 ഒക്ടോബർ 15 തന്നെ പൂർണ്ണമായും നിശ്ചലമായി നിൽക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ വിസ ബുള്ളറ്റിനിൽ ഉണ്ടായിരുന്ന അതേ തീയതി തന്നെയാണ് സെപ്റ്റംബർ മാസത്തെ വിസ ബുള്ളറ്റിനിലും കാണിക്കുന്നത്. യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇനി EB-2 കാറ്റഗറിയുടെ കാര്യം നോക്കാം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പ്രൊഫഷണലുകൾ ഉൾപ്പെടുന്ന EB-2 കാറ്റഗറികളിൽ ഇന്ത്യക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഫൈനൽ ആക്ഷൻ തീയതി ലഭ്യമല്ല. അതായത് വിസ ബുള്ളറ്റിനിൽ അൺഅവൈലബിൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപേക്ഷകരുടെ എണ്ണം പരിധിക്കപ്പുറമായതിനാലാണ് ഇങ്ങനെ വന്നത് എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് EB-3 കാറ്റഗറിയുടെ കാര്യമാണ്. ബാക്ക്ലോഗ് ഏറ്റവും കൂടുതലുള്ളത് മൂന്നാമത്തെ മുൻഗണനാ വിഭാഗമായ EB-3 ആണ്. ഇതിൽ ഇന്ത്യക്കാരുടെ ഫൈനൽ ആക്ഷൻ തീയതി 2014 ജനുവരി 1 തന്നെ അടിയുറച്ചു നിൽക്കുകയാണ്. മുൻ മാസത്തെ അപേക്ഷിച്ച് ഒരു ദിവസത്തെ മാറ്റം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. അടുത്ത വിഭാഗം EB-4ഉം EB-5ഉമാണ്. ചില പ്രത്യേക ഇമിഗ്രന്റുകൾ ഉൾപ്പെടുന്ന EB-4 കാറ്റഗറിയിൽ മാത്രമാണ് ഇന്ത്യക്കാർക്ക് ചെറിയൊരു ആശ്വാസം ലഭിച്ചത്. ഇതിന്റെ തീയതി 2 മാസം മുന്നോട്ട് നീങ്ങി 2022 ഡിസംബർ 15 എത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ വാർത്ത EB-5 വിഭാഗത്തിലാണ്. സെപ്റ്റംബർ 30 സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനാൽ അപേക്ഷകരുടെ ആധിക്യം കാരണം EB-5 അൺറിസർവ്ഡ് വിഭാഗത്തിൽ തീയതികൾ പെട്ടെന്ന് പിന്നോട്ട് പോകാനോ അല്ലെങ്കിൽ പൂർണ്ണമായും മരവിപ്പിക്കാനോ സാധ്യതയുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ സാങ്കേതികമായി ചില പുതിയ കണക്കുകൂട്ടലുകളും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തെ ആഗോള എംപ്ലോയ്മെന്റ് വിസ പരിധി 1,40,000 എന്നതിൽ നിന്ന് 1,86,317 നിശ്ചയിച്ചു. ഇതുമൂലം ഇന്ത്യക്ക് ഒരു വർഷം ലഭിക്കുന്ന വിസ പരിധി 28,862 ഉയർന്നു. എങ്കിലും ബാക്ക്ലോഗ് വളരെ വലുതായതിനാൽ ഈ മാറ്റം ഇന്ത്യക്കാരുടെ കാത്തിരിപ്പ് തൽക്കാലം കുറച്ചിട്ടില്ല എന്ന് പറയാം. സെപ്റ്റംബർ മാസത്തെ വിസ ബുള്ളറ്റിൻ എംപ്ലോയ്മെന്റ് വിസക്കാർക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. EB-1, EB-2, EB-3 വിഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും. എന്നാൽ നിരാശപ്പെടേണ്ടതില്ല. ഒക്ടോബർ 1 യുഎസിന്റെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കൂടുതൽ വിസ സ്ലോട്ടുകൾ അനുവദിക്കപ്പെടും എന്നതിനാൽ ഒക്ടോബർ മാസത്തെ വിസ ബുള്ളറ്റിനിൽ തീയതികൾ മുന്നോട്ട് നീങ്ങുമെന്നാണ് വിദഗ്ധരുടെ പ്രതീക്ഷ. യുഎസ് ഇമിഗ്രേഷൻ സംബന്ധമായ കൃത്യമായ അപ്ഡേറ്റുകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.